മോനെ അത് കറക്റ്റ് ശരിക്കുള്ള തോക്കാ, അത് ഒറിജിനൽ തോക്ക്, ഒറിജിനൽ ആയിട്ട് പൊട്ടിച്ചതാണ് ഞങ്ങള്. അത് പൊട്ടിച്ച് ഒരു മയത്തിലൊക്കെ തള്ളാവൂന്ന് എന്നോട് കുട്ടേട്ടൻ പറഞ്ഞിരുന്നു. അതെ അതെ, ഒരു 5 കിലോ 6 കിലോ ഉണ്ട് ഓരോ തോക്കും. അതിൽ ചെറിയ തോക്ക് ഉപയോഗിച്ചത് ദർശനയാണെന്ന് മാത്രം അല്ലേ? ഞാൻ ചന്നം പിന്നെ വെച്ചിട്ടില്ല. ഞാൻ 3 പേരെ വെച്ച് 3 പേരെ ഞാൻ കൊന്നു, ഉറപ്പാണ്. ഞാൻ എന്റെ ഉണ്ടകൾ ഒന്നും പാഴായിട്ടില്ല. അപ്പൊ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയതുപോലെയുള്ള ഒരു വൈബായിരുന്നു. ഇവരെല്ലാവരും കണ്ടില്ല, എത്ര സീനിയേഴ്സ് ആണ്. പൊന്നമ്മ ചേച്ചി ആണെങ്കിലും കുട്ടേട്ടനാണെങ്കിലും ഓരോ ദിവസവും വൈകുന്നേരം ഈ കൺവിൻസിങ് സ്റ്റാർ വന്നിട്ട് ഞങ്ങളെ കൺവിൻസ് ചെയ്യും. പിന്നെ ദർശനയും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയും അദ്ദേഹം കൺവിൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാന ദിവസം നിങ്ങൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, അത് രാഷ്ട്രീയമായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, പോലീസ് കേസ് ആയിക്കോട്ടെ, ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കണം. ദർശന പാവം അത് കേട്ട് വിശ്വസിച്ചു. വിളിക്കും ചേട്ടാ, എന്റെ പട്ടിയെടുക്കും പോണത്. അത്രയും ഞങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസങ്ങളിലും. പിന്നെ വാണി ചേച്ചി ആയിക്കോട്ടെ, ഉണ്ണിമംഗോ ആയിരുന്നു ഞങ്ങളുടെ സ്പൈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം കഥയൊന്നും ഞങ്ങൾക്ക് അത്ര ഇതറിയില്ല. അപ്പൊ പെട്ടെന്ന് അവിടെയൊക്കെ പോയി ഇന്ന് ഇങ്ങനെ സംഭവിക്കും അങ്ങനെ സംഭവിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മാംഗോ ആണ്. പിന്നെ സൂരജിനെ പറ്റി ഞാൻ ആവശ്യത്തിൽ നമ്മളുടെ സ്റ്റാർ വിനീതേട്ടൻ, അദ്ദേഹത്തിന്റെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒന്നാണ്. പച്ചക്കറികൾ മാത്രം, പലതരത്തിലാണ് അദ്ദേഹം ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു നിത്യ യൗവനം ഷാജഹാൻ ഇപ്പോഴും സൂക്ഷിക്കുന്നത്. പിന്നെ പരിമളിനെയും എനിക്ക് അധികം കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മുടെ തെലുങ്ക് ഡയറക്ടർ ഒന്ന് എണീറ്റ് നിൽക്കുവോ? സോറി, കന്നഡ ഡയറക്ടർ നടേഷ് ഹെഗ്ഡെ, അദ്ദേഹം ഒരു വില്ലനായിരുന്നു. അദ്ദേഹത്തിന് പക്ഷെ ടുട്ടുമോൻ വെടിവെച്ച് കൊന്നു. ഒരു മിനിറ്റ് അവർക്ക് വേണ്ടി നീ സംസാരിച്ചാണല്ലോ. അല്ല, അവർ സംസാരിച്ചോളൂ. പക്ഷെ അവരെ നമ്മളെ പരിചയമുണ്ട്, അവരെ ഒന്നും സംസാരിക്കുന്നില്ല. നീ നിർത്തിയാലല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. മൈക്ക് കൊടുത്തു പോയി. So thank you for having me. Sham said this is the first time in Malayalam film history a snipe shooter is hitting the target. So I'm happy to do that role. And also some of the greatest minds are here. It's privilege to work with them. Thank you. വിഷ്ണു അഗസ്ത്യ. ഞാൻ വിഷ്ണു അഗസ്ത്യ. അപ്പോ ഞാൻ RDXന് ശേഷം വരുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇത്രയും ഭയങ്കര എന്താ പറയുക, ഇത്രയും വൈബുള്ള ഒരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു. ഇല്ല, ഉണ്ണിമാങ്കോ ഒന്നും പറയില്ല, പറഞ്ഞോ. എന്തെങ്കിലും ചോദിച്ചാ പറയാം. എന്തെങ്കിലും വിഷ്ണുവിനോട് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചോദിക്കൂ. ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഏകദേശം വർക്ക് ചെയ്ത് ഒരു ഇങ്ങനത്തെ തീം കേൾക്കുമ്പോൾ ഫസ്റ്റ് മൈൻഡ് വരുന്ന കാര്യമുണ്ടല്ലോ, എന്തായിരുന്നത്? അല്ല, ഞാൻ ആദ്യത്തെ ദിവസം, അതായത് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇത് സിനിമ ഇങ്ങനെ നമ്മൾ അഭിനയിക്കുമ്പോ ഇത് ഇങ്ങനെ ആയിരിക്കും, അടുത്ത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള സംഭവത്തേക്കായി കുറച്ചും കൂടെ റൈറ്റ്. ഞാൻ ശ്യാമേട്ടന്റെ അടുത്ത് ഫസ്റ്റ് ദിവസം ചെന്നിട്ട് പറഞ്ഞു, ശ്യാമേട്ട എനിക്ക് പേടിയാ, എന്താ പരിപാടികൾ എന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞില്ലേ. അപ്പൊ ശ്യാമേട്ട എന്നോട് പറഞ്ഞെന്ന് വെച്ചാൽ, എടാ നീ 50% ഈ ക്യാരക്ടർ ചെയ്താൽ ബാക്കി 50% ഞാനാ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരോടാണ് ഈ ക്യാരക്ടർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ സന്തോഷം. അങ്ങനെ എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഏറ്റവും അവസാനത്തിലേക്കൊക്കെ എത്തുമ്പോഴായിരിക്കും അതിങ്ങനെ നമ്മൾ കണ്ടെത്തി പോവാണ്. നമ്മൾ നേരത്തെ എല്ലാം ഡിസൈഡ് ചെയ്തിട്ട് അങ്ങ് അഭിനയിക്കുന്നതല്ല, ഫിലിം മേക്കറിന് വേണ്ടിയാണ് അഭിനയിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഓക്കെ പറയുമ്പോൾ അതിനെ ലീവ് ചെയ്തിട്ട് ഇന്നിപ്പോ നിങ്ങളൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ട പോലെ ഞാൻ സിനിമ കണ്ടു, എനിക്ക് വർക്കായി. താങ്ക് യു ബ്രോ. എല്ലാവർക്കും നമസ്കാരം. ഹലോ നിയാസ്. ഒരു ക്ലാഷ് ഉണ്ട്. നിയാസ്ക
പറയട്ടെ. പൊന്നൂസിന് കുറച്ചധികം പറയാനുണ്ട്. ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ആഷിഖിന്റെ പടത്തിൽ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് വളരെ സർപ്രൈസിങ് ആയിട്ടാണ് എനിക്ക് കോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ വന്ന് എന്ന്. ഞാൻ താഴത്തെ മറ്റുള്ള ക്യാരക്ടേഴ്സിന്റെ പേര് പറയുമ്പോഴാണ് വിനീത് ഞാനും ഇതിൽ ബ്രദേഴ്സാന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ലുക്ക് അലൈക്ക് എന്നുള്ള രീതിയിൽ ആണ് എന്നെ അതിൽ സെലക്ട് ചെയ്തത്. അതെ. പിന്നെ ഞങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ആ ഒരു സൈഡിലുള്ള രണ്ട് ബ്രദേഴ്സ് എന്നുള്ളൊരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ എന്റെ ഇടുക്കി സർപ്രൈസിംഗ്ലി ഞാൻ ഈ ക്യാരക്ടർ ചെയ്യുമ്പം ഞാനൊരു ഒരു ക്യാരക്ടർ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ മൂവി കണ്ടപ്പം എനിക്ക് മനസ്സിലായി ത്രൂ ഔട്ട് ഇവരുടെ എല്ലാവരുടെയും കൂടെ ആ സിനിമയിൽ എനിക്ക് നല്ലൊരു ക്യാരക്ടർ കിട്ടിയെന്നുള്ളതും ഈ മൂവി ഇത്രയും ഒരു ലെവലില് ഇങ്ങനെ ക്ലിക്കായതും ഒക്കെ എവ്രിവൺസ് എഫേർട്ട്, ആക്ടേഴ്സിന്റെ എഫേർട്ട് ആൻഡ് മെയിൻലി ഇതില് ആഷിഖ് കപൂറിന്റെ ക്യാമറയും ആഷിഖ് കപൂർ ഡയറക്ട് ചെയ്ത രീതിയും പിന്നെ ഷാമും മറ്റുള്ളവരൊക്കെ എഴുതിയ ആ സ്ക്രിപ്റ്റിന്റെയും ഡയലോഗ്സ് ഒക്കെ സൂപ്പർ ആയിരുന്നു. ആൻഡ് ദ റിസൾട്ട്സ് ഫ്രം എവ്രിവെയർ ഇസ് സോ ഫാന്റാസ്റ്റിക്. എല്ലാവർക്കും ഈ പടത്തെ കുറിച്ച് ഒരു ഹൈ എൻഡ് അഭിപ്രായമാണ്. ആൻഡ് we hope it will go beyond the level. And thanks for having us. എല്ലാവർക്കും നമസ്കാരം. ഇതിപ്പോ നിയാസ് പറഞ്ഞ പോലെ എന്നെ ഈ പടത്തിലോട്ട് ആഷിഖാണ് വിളിക്കുന്നത്. എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ആഷിഖിന്റെ കൂടെ ഷാഫ്ഖറിന്റെ സ്വിഫ്റ്റിലും ദിലീഷ് പോത്തിന്റെ കൂടെ ഒക്കെ ഒന്ന് അഭിനയിക്കണമെന്നുള്ളത്. അത് എന്തായാലും ഒരു 10-40 ദിവസം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു കുടുംബം പോലെ ഞങ്ങൾ അവിടെ ഈ പടം പൂർത്തിയായി. വളരെ ത്രില്ലിലായി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഈ പടം ഒന്ന് ഇറങ്ങിയിട്ടൊന്ന് കാണാൻ വേണ്ടി. കാരണം ഞാനും ഇങ്ങനെയുള്ള ഒരു വേഷത്തിന് മുമ്പുള്ള പടങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് എനിക്കൊരു വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു. എന്തായാലും ഞാൻ ആഷിഖിനോടും ആ ക്രൂവിനോടുമാണ് ഒരുപാട് താങ്ക്സ് പറയുന്നത്. ഈ പടം എല്ലാവരും കണ്ടിട്ടില്ലെങ്കിൽ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം. ഈ പടം ഒരു വമ്പിച്ച വിജയമാക്കി നിങ്ങളെ തീർക്കണം. താങ്ക് യു സോ മച്ച്. തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഡയറക്ടറായിട്ടുള്ള സെന്ന ഹെഗ്ഡെ. ഞാൻ ഒരിക്കലും ആക്ടർ ആവുമെന്ന് വിചാരിച്ചില്ല. ഐ ഹാഡ് നോ ആസ്പിറേഷൻ. ഈവൻ ടുഡേ ലൈക്ക് ഈ പടം കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ഇല്ല ഞാൻ ആക്ടർ ആവണ്ട. സോ I think the cast director called me. അപ്പൊ ഞാൻ വിചാരിച്ചു സാധാരണ കോൾ വരാറുണ്ട്. ഞങ്ങളുടെ സിനിമയിൽ കാസർഗോഡ് ഞാൻ മോസ്റ്റ് ഓഫ് മൈ മൂവീസ് ആർ ബേസ്ഡ് there. സോ വേറെ ഏതെങ്കിലും നടന്മാരുടെ നമ്പർ വല്ല ചോദിച്ചിട്ട് വിളിച്ചൊന്നുമില്ല. സോ when he said ഞാനാണ് ആക്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ കളിയാക്കി 2-3 ദിവസം വിളിച്ചു കൂട്ടി. ഞാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ then he started. അപ്പൊ ഇതിന്റെ മൊത്തം കാസ്റ്റ് ഒന്നും പറഞ്ഞില്ല. 1-2 ആൾക്കാരുടെ പേര് മാത്രം പറഞ്ഞു.